അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് ഇന്നത്തെ ഡെയിലി മന്നയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവ് യേശു ക്രിസ്തുവിനെ അന്നത്തെ യഹൂദ ജനം ക്രൂശിക്കുകയുണ്ടായി. ആ ക്രൂശീകരണത്തിന് ശേഷം യേശുവിനെ കല്ലറയിൽ വെച്ചു. ആ കല്ലറയിൽ ഒരു ലിനൻ തുണി കൊണ്ട് യേശുവിന്റെ ശരീരത്തെ ചുറ്റിപ്പൊതിഞ്ഞ ശേഷമാണ് കല്ലറയിലേക്ക് വെച്ചത്. തുടർന്ന് കല്ലറ കാക്കുവാനായി കാവൽക്കാർ അവരെ ഭരമേൽപ്പിച്ചു. റോമ ഗവൺമെന്റിന്റെ പടയാളികളാണ് ആ കല്ലറയ്ക്ക് ചുറ്റുമായിട്ട് കാവൽ നിന്നത്. അതിനുശേഷം റോമ ഗവൺമെന്റിന്റെ മുദ്ര പതിപ്പിക്കുകയും ആ കല്ലറയിൽ വലിയ കല്ലുരുട്ടി വെച്ച് അതിനെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുകയും ചെയ്തു. ഒരിക്കലും യേശു പുറത്തു വരുവാനായിട്ട് പാടില്ല എന്ന വിധത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും അവർ ചെയ്തിരുന്നു. ലോകം മുഴുവനും കരുതിയത് പ്രകാരമാണ് യേശു കർത്താവ് ഇനി പുറത്തു വരികയില്ല, യേശുവിന്റെ കാലം കഴിഞ്ഞു എന്ന്. എന്നാൽ 3-ാമത്തെ ദിവസം യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് അനേകർക്ക് പ്രത്യക്ഷനായി അവിടെ നിന്നും ജീവിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതം അവസാനിച്ചു, ഇനി മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല, ഇനി പുറത്തേക്ക് ഇറങ്ങുവാൻ സാധിക്കുകയില്ല. പ്രതിസന്ധികൾക്കകത്ത് കല്ലറ പോലെ നിങ്ങൾ ഒതുക്കി വലിയ കല്ലുരുട്ടി വെച്ചു എന്ന് കരുതുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. ദൈവം നിങ്ങളെ പുറത്തെടുക്കുവാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കകത്ത് നിങ്ങൾ കുടുങ്ങി ഇനി പുറത്തിറങ്ങാൻ സാധിക്കത്തില്ല എന്ന് കരുതിയ സാഹചര്യങ്ങൾ പൂർണ്ണമായി വിധി എഴുതുമ്പോൾ ബുദ്ധിയുടെ ചിന്തകൾ നിങ്ങളോട് തന്നെ പറയുകയാണ്, ഇനി എനിക്ക് പുറത്ത് ഇറങ്ങുവാൻ കഴിയുകയില്ല, എന്റെ ജീവിതം അവസാനിച്ചു. ഈ സന്ദേശങ്ങൾക്ക് ആരെങ്കിലും പ്രശ്നങ്ങൾ കാരണം ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ഈ ജീവിതത്തെ അവസാനിപ്പിച്ചതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം മാറുകയില്ല. പകരം സർവശക്തനായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിൽ നിങ്ങൾ ആശ്രയിക്കുമ്പോൾ അവിടെ നിന്ന് അത്ഭുതകരമായി പ്രകൃത്യാതീതമായ അവിടുത്തെ ശക്തിയാൽ നിങ്ങൾ പുറത്തെടുക്കുവാൻ തക്കവണ്ണം സർവശക്തനാണ്. അതിനാൽ വിശ്വസിച്ചാട്ടെ, കർത്താവ് നിങ്ങൾ പുറത്തെടുക്കുവാൻ പോകുന്നു. അസാധ്യതകളെ സാധ്യമാക്കുവാൻ വേണ്ടി പോകുന്നു. ഗോഡ് ബ്ലെസ് യു.